അപ്പോൾ എല്ലാവർക്കും വീണ്ടും വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് രാവിലെ എഴുന്നേറ്റു, രാവിലെ എന്ന് ഉദ്ദേശിച്ചത് ഇവിടുത്തെ 10 മണിയൊക്കെ ആയിരിക്കും കേട്ടോ. ഞങ്ങളുടെ ഡ്യൂട്ടി ടൈമും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുന്നേറ്റിട്ട് ഞാൻ തലേ ദിവസം നമ്മളുടെ ദോശേൻ്റെ ബാറ്റർ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു ബോക്സും കൂടെ നമ്മുടെ തേങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു ഇച്ചിരി മതി, ഏടിന് നിറയെ ചാറ്, അത് നിറയെ വേണം കറികൾ. ഇപ്പോൾ ഒരു സത്യാവസ്ഥ പറഞ്ഞ ആ ഒരു ബോക്സ് ഫുൾ ചമ്മന്തി ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ ഒരു 4 ദോശയ്ക്ക് അത് മൊത്തം അങ്ങ് കഴിച്ചോളും. അപ്പോൾ ചമ്മന്തി ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ഇങ്ങനെ ചമ്മന്തിയിലുണ്ടല്ലോ ഒരു വളരെ നുള്ള് നമ്മളുടെ പുളിയില്ലേ, അത് ചേർക്കണത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് ആദ്യമൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ കാസർഗോഡാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം അവിടെ അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അമ്മ നമുക്ക് ഉണ്ടാക്കി തന്നപ്പോൾ ചമ്മന്തി അവർ ചെറിയൊരു ഇച്ചിരി പുളിയും കൂടെ ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിൽ ഒന്നും ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ പുളിയൊന്നും ചേർക്കാറില്ല. പക്ഷേ ഏട്ടന് അങ്ങനെ പുളിയോട് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. നമ്മൾ സാധാരണ മീനിലുള്ള എൻ്റെ വീട്ടിലൊക്കെ ഉള്ള പുളിയാണെങ്കിൽ പോലും ഏട്ടനത് ഭയങ്കര പുളിയാണെന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇതിലിടാറില്ല. എനിക്കങ്ങനെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ മുളക് പൊടി ചേർക്കണത് ഞാൻ ഇവിടുത്തെ പച്ചമുളക് ഇട്ടിട്ട് ചേർത്ത് അരച്ചപ്പം എനിക്കൊരു കഴിക്കണ പോലത്തെ ഒരു ഫീൽ എനിക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇവിടുത്തെ ഇപ്പം ഒരു കറിയിലും അരച്ച് ചേർക്കാറില്ല. അപ്പോൾ ഇവിടെ കിട്ടണ പച്ചമുളക് എവിടത്തെയാണെന്നൊന്നും എനിക്കങ്ങനെ കറക്റ്റ് അറിയില്ല. എപ്പം ഞാനത് അരച്ചാലും ഒരു ചെറിയ കയ്പ്പരസം വരാറുണ്ട്. പിന്നെ ഞാൻ അതിന് റിസ്ക് എടുക്കാൻ മുതിരാറില്ല. നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് അരയ്ക്കും. കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പം ഇവിടെ നട്ട് വളർത്താനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ചമ്മന്തി നമ്മൾ റെഡി ആയിട്ടാണ്. അപ്പോൾ നമ്മളുടെ രാവിലത്തെ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ ഒന്നും അല്ല കേട്ടോ, ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 ആയിട്ടുണ്ട്. നമ്മളുടെ ലൈഫ് ഇങ്ങനെയാണ്. കാരണം ഏട്ടനിപ്പം ഇന്ന് 2 മണിക്കാണ് പോകേണ്ടത്, ഷിഫ്റ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേറ്റൊരു 9-10 മണി എന്തോ ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ദോശേൻ്റെ മാവ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ അങ്ങനെ ഇവിടുത്തെ കടയിൽ നോക്കിയിട്ടേ നമ്മുടെ ഇപ്പോഴത്തെ ഉഴുന്ന് കാണില്ല. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ എനിക്ക് കുറച്ച് ഇവിടുത്തെ പച്ചരി ആണെങ്കിലും അത്ര കണ്ട് രസമില്ല. നമ്മൾ ആ പച്ചരി കൊണ്ട് അപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇരിക്കണം. ഇത് അങ്ങനെ കേരള അൽമദീന എന്ന് പറഞ്ഞിട്ട് കടയൊക്കെ ഉണ്ട്. അൽമദീന സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കേരള ടച്ചുള്ള നമ്മളുടെ സംഭവങ്ങൾ കിട്ടും. ഇവിടെ അത്ര ഇല്ല, ഉണ്ട് പക്ഷെ കുറവാണ്. പക്ഷെ ഞാൻ അപ്പം എന്തായാലും ഞാൻ തന്നെ ഉണ്ടാക്കാൻ ഇവിടെ ബാറ്റർ കണ്ടില്ലതാനും. ഇവിടെ ഞാൻ പണ്ട് ബാറ്റർ മേടിച്ചത് കൊള്ളൂല. പക്ഷെ ദോശേൻ്റെ ബാറ്റർ നല്ലതാണ്. അപ്പം ഇനി എപ്പോഴെങ്കിലും പോണ സമയത്ത് കുറച്ച് പച്ചരിയും ഉഴുന്നൊക്കെ കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇപ്പം അത്ര നാളും തൽക്കാലത്തേക്ക് ഞാൻ എന്തായാലും ഈ ഒരു ബാറ്റർ വെച്ചത് അത്ര നല്ലതൊന്നുമില്ല. അവർ എന്തായാലും കെമിക്കൽസൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കുമല്ലോ വരണത്. അപ്പം എന്തായാലും അതിപ്പോൾ ഞാൻ ചുടണില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഏട്ടൻ കുളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ആക്കണോളൂ. അപ്പം നമുക്ക് നല്ല മുരുമുരുവായിട്ട് ക്രിസ്പോട് കൂടെ കഴിക്കാമല്ലോ. അപ്പം രാവിലത്തെ സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ രാവിലെ എന്നല്ല, നമ്മളുടെ ഡേ മിക്കപ്പോഴും സ്റ്റാർട്ടാക്കണത് ഉച്ചയ്ക്കായിരിക്കും. അപ്പോൾ അതേ പുറത്തൊക്കെ ഇപ്പം നല്ല വെയിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇതൊക്കെ വാടിപ്പോയി. കാരണം നമുക്ക് മറ്റേ ചട്ടിയിൽ വെക്കാൻ ചട്ടി വാങ്ങിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വാടി കുറഞ്ഞു പോയി. പിന്നെ ഇപ്പം ഞാൻ അതുകൊണ്ട് ഇതിന് വെള്ളവും ഒഴിക്കാറില്ല. ഒരു ചട്ടി നിലത്ത് വീണെന്തോ പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കണു ആദ്യം തന്നെ ആമസോണിൽ ഞാൻ ചട്ടി നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആ ചട്ടി മേടിച്ചിട്ട് ഇവിടെ പോയി ചെടി മേടിക്കാം. ഒരു ദിവസം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കണ്ട നല്ല പൊടിയുമായിട്ട് വന്ന് ഇതായിപ്പോയി എന്നൊക്കെ. അപ്പോൾ നല്ല വെയിലുണ്ട്. പക്ഷെ വെയിലുണ്ടെങ്കിലും ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പം ഇത്രയേ ഉള്ളൂ കാഴ്ച. രാവിലെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കളകളാരാവങ്ങളും ഒന്നും തന്നെ ഇല്ല, ഇത്രയേ ഉള്ളൂ. അവിടെ അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അവിടെ എന്തോ പണിയൊക്കെ നടക്കണ എന്തോ സെറ്റപ്പൊക്കെയാണ്. പിന്നെ ഷർട്ട് തേക്കാനുണ്ട്. എനിക്കാണെങ്കിൽ തേക്കാൻ വലിയ കാര്യമായിട്ട് അറിയൊന്നുമില്ല. ഇതാണെങ്കിൽ പക്ക കോട്ടൺ ആയതുകൊണ്ട് ഒന്ന് ഇതിന് എഴുതിക്കും. ഷൂ ഇട്ട് എഴുന്നേക്കുമ്പോഴത്തേക്കും ചുളിയും കൂടും. ഇനി മറ്റേ പോളിസ്റ്റർ അല്ലേ, തടപുളുവ് കിടക്കുന്ന ടൈപ്പില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും മേടിക്കണം. അതാകുമ്പോൾ വലിയ കാര്യമായിട്ട് തേക്കൊന്നും വേണ്ട. എനിക്ക് തേക്കാൻ അറിയില്ല. വീട്ടിലായിരുന്നപ്പോൾ എൻ്റെ ഡ്രസ്സ് കൂടെ പപ്പയെ തേക്കാറ്. അങ്ങനെ എനിക്ക് തേക്കാൻ വലിയ കാര്യമായിട്ട് അറിയാൻ പാടില്ല. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നമ്മൾ തേച്ചാൽ നിൽക്കും.
ചൂടാട്ടാ. ഞാൻ ആദ്യമൊക്കെ ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റാറുണ്ട്, ഇപ്പം മാറ്റാറൊന്നുമില്ല, പാത്രങ്ങൾ ക്ഷാമമാണ് കാര്യം. ഇതിങ്ങനെ സിപ്പ് ലോക്ക് പോലത്തെ സംഭവമായതുകൊണ്ട് നൈസായിട്ട് അവിടെ നിന്ന് ഇരുന്നോളും. അപ്പം നല്ല ദോശയാണ് കേട്ടോ. എനിക്കിത് ഇപ്പം വരാം പാത്രം എടുത്തിട്ട്. ഈ ഒരു നാഷ്ട നല്ല ദോശയാണ് കേട്ടോ. ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും നന്നായിട്ട് വരക്കുന്നുണ്ട് ചെയ്തിട്ട്. അപ്പം ദോശ ചൂടാ. ഞാൻ വിചാരിക്കണേ, ഞാൻ ഇപ്പം കഴിക്കില്ല, എനിക്ക് കടയിൽ പോകണം. അപ്പോൾ ഏട്ടൻ പോയി കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ കൂടെ ഞാൻ ഇറങ്ങിയിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് സമാധാനമായിട്ട് അലയൻസൊക്കെ കണ്ടിരുന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് മാത്രമുള്ള ദോശയെ ഞാൻ ചുടണുള്ളൂ. ബാക്കി കടയിൽ പോയി വന്നിട്ട് ചൂടാം. നമുക്ക് രാത്രിയിലത്തേക്ക് ഇന്ന് മുതൽ കുറച്ചും കൂടെ ഹെൽത്തി ആക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഒരു കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഉച്ചക്കലത്തേക്ക് എനിക്ക് ഇച്ചിരി ചോറ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, അത് മതി. ഉച്ചക്കലത്തേക്ക് മാത്രം ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ച് നേരം മേടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് ദോശ ചൂടാം കേട്ടോ. പിന്നെ ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു മാവൊക്കെ മേടിക്കുമ്പോൾ അതിൽ ഉപ്പ് ഉണ്ടാവാറില്ല. ഉപ്പ് സെപ്പറേറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ അവർ ഓൾറെഡി ഉപ്പുണ്ട്, കുറച്ച് ഉപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ പാകത്തിനുള്ള ഉപ്പ് അതിനുണ്ട്. അപ്പോൾ അതിന് എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ വേറെ പാത്രത്തിലോട്ട് മാറ്റാതെ വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ നമ്മൾ മേടിച്ചിട്ടില്ല. സ്റ്റോറേജിൻ്റെ കണ്ടെയ്നേഴ്സ് പോലത്തെ ഇല്ലേ, അതൊക്കെ പയ്യൊക്കെ ഒന്ന് മേടിച്ചിട്ട് വേണം പിന്നെ ഇതൊക്കെ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും സിപ്പ് ലോക്ക് ആയതുകൊണ്ട് തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ള സംഭവം ഇരുന്നോളും. അപ്പോൾ ഞാൻ എന്തായാലും ഏട്ടനുള്ള ദോശയൊക്കെ ചുരട്ടെ, എന്നിട്ട് കടയിലും കൂടെ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ചിലപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കട്ടെ ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് വെളിയിൽ പോകുമ്പോൾ കാണിക്കാം. വെളിയിലൊന്നും കാണാനില്ല, എപ്പോഴും കാണണ കാഴ്ച മാത്രമേ ഉള്ളൂ, കുറേ ബിൽഡിങ്സും അത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും വേഗം ദോശ ഇടട്ടെ. അപ്പോൾ ഏട്ടൻ ജോലിക്ക് പോയി. പിന്നെ ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അച്ചാർ മേടിച്ചു, ജസ്റ്റ് കണ്ണിമാങ്ങ തപ്പേ പോയത്. എനിക്ക് കണ്ണിമാങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് നമ്മുടെ സാധാ മാങ്ങ ഇതാണ്, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ദോശ ഇട്ടിട്ട് കഴിക്കട്ടെ, എനിക്ക് വിശന്ന് തുടങ്ങി. നമ്മളിപ്പോൾ ഇന്ന് മുതൽ ചപ്പാത്തി വൈകുന്നേരം ചപ്പാത്തിയും ഒരു സാലഡും ആക്കാമെന്ന് വിചാരിച്ചു. മെയിൻ ഒന്നുമല്ല, നമ്മൾ മിക്കപ്പോഴും ഡിന്നറൊക്കെ ഈ ഒരു ടൈം വർക്ക് ആയതുകൊണ്ട് വെളുപ്പിനല്ലേ കഴിക്കണം. അപ്പോൾ അത് കഴിച്ചിട്ട് അപ്പളേ തന്നെ കിടന്ന് ഉറങ്ങണം. അപ്പോൾ ചോറാക്കണ്ട, ചപ്പാത്തി പിന്നെ എന്തെങ്കിലും അങ്ങനെ കുറച്ച് സാലഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കറി നമ്മൾ നല്ലത് കഴിക്കും കേട്ടോ. കഴിച്ച് ഇച്ചിരി കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങുക. എന്നാലും ആ ഒരു സമയത്ത് ഓൾറെഡി കഴിക്കുന്നത് പൊട്ടയാണല്ലോ, നമുക്ക് വേറെ നിവൃത്തിയില്ല. ഏട്ടന് ഡ്യൂട്ടി ഈ ടൈമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടേ നമ്മൾക്ക് എന്താണ് ചപ്പാത്തിയല്ല ദോശ ഇട്ട് ഞാൻ കഴിക്കട്ടെ. ചായപ്പൊടി തീർന്നിട്ടില്ല, ഞാനൊരു ഇത് മേടിച്ച് വെച്ചതാണ്. ഉപ്പൊക്കെ തീരണേ. ഉപ്പ് ഈ തവണ ഞാൻ ഈ ഒരു ബോട്ടിൽ മേടിച്ചു, പിന്നെ സുഖമായല്ലോ. പക്ഷെ ഞാനിങ്ങനെ വേറെ ഓൺലൈനിലൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, നമ്മൾക്കിങ്ങനെ സോൾട്ട്, ഷുഗർ അങ്ങനെ എഴുതിയിട്ടുള്ളതില്ലേ, അതൊക്കെ ഭയങ്കര സൂപ്പറില്ല. അപ്പോൾ ഇച്ചിരി ആപ്പിളും കൂടെ മേടിച്ചു, ഒരു മൂന്ന് ആപ്പിൾ. കുറച്ചായി ഇതൊക്കെ കഴിച്ചിട്ട് എന്താണ് ഫ്രൂട്ട്സ്. അന്ന് മേടിച്ചത് ചിക്കൻ ഇരിക്കണം, ഇന്നലെ ഗ്രില്ല് ചെയ്ത ചിക്കൻ പാക്കിയിരിക്കണം, അങ്ങനെ ഇതാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് വിശന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ദോശ ഇട്ടിട്ട് ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ തുണി എടുത്ത് മാറ്റാനാണല്ലോ നമുക്ക് മറ്റേത് അലക്കിയിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ വേഗം മടക്കിയെടുത്ത് ഞാൻ വെച്ച്. അത് ഇപ്പം ഇവിടെ സമയം 6 മണി ആയിട്ടുണ്ട് കേട്ടോ. 6 മണി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പോണ ഒരു സമയം ആവണേ ഉള്ളൂ. 1 മണിയാകുമ്പോഴത്തേക്ക് കഴിക്കായിട്ടും വരണ്ടാവാം. ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, എഡിറ്റൊന്നും ചെയ്തില്ല.
കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അത് എഡിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്ര സമയമായി. അപ്പം ഞാൻ അതേ കാണിച്ചു തരാൻ. പുറത്ത് ഇരുട്ടായി. അതെ, പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നൊന്നുമില്ല കണ്ട. പക്ഷെ ഞാൻ ഒന്നും കാണാൻ പറ്റില്ലല്ലോ അല്ലേ, സോറി ഉള്ളൂ. അവിടെ നിന്ന് കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ കാണും. അവിടെ ഒരു ബിൽഡിങ്, ഇവിടെ ഒരു ബിൽഡിങ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വിചാരിക്കണം ഒന്ന് പോയി കുളിക്കാം. പിന്നെ എനിക്ക് രാത്രിത്തേക്ക് ചപ്പാത്തിയാണ്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കുറച്ചിരിക്കണ്ട്. അത് മൊത്തം എനിക്ക് വേണ്ടി വരില്ല. ഇന്നും നാളത്തേക്കും കൂടി എനിക്ക് വേണ്ടി വരുമെന്ന് തോന്നുന്നു. 3-4 ദിവസമായി തോന്നുന്നു ആ ചോറ് അവിടെ വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വിറ്റിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങിൻ്റെ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയുണ്ട്, അതും ആക്കാം എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്, അതെല്ലാം ചെയ്യണം. അപ്പം കുളിച്ചിട്ട് വരാം. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മേല് മാത്രമേ കഴുകുള്ളൂ. ഇവിടെ ഡെയിലി ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ച് എപ്പോഴേ തന്നെ ഇങ്ങനെ മാന്തുമ്പോഴേ തന്നെ ഒരു കെട്ട്, ഒരു കുറേ ഇത് വീഴുന്നുണ്ട്. എന്താണ് നമ്മളുടെ താരനില്ലേ. എന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ ഉലുവയൊക്കെ വെള്ളത്തിലിട്ടൊക്കെ ചെയ്തു. നാട്ടിലായിരുന്നപ്പം ഉലുവേൻ്റെ പാക്ക് ഇടുമ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് കുളിക്കുക. കാരണം ആ ഉലുവേൻ്റെ എന്ന് വെച്ചിങ്ങനെ ഒരു തരുതരുതരു പോലെ വരൂലേ. അപ്പോൾ ബാത്റൂമിൽ ബ്ലോക്ക് വരണ്ടെന്ന് ഓർത്തിട്ട് ഇപ്പം ഇവിടെ ഞങ്ങൾ 2 പേരും 2 ആഴ്ച, അതായത് മൊത്തം 2 തവണ ഞങ്ങൾ അങ്ങനെ ഇവിടെ ബാത്റൂമിൽ കഴുകി. അപ്പം ഇപ്പം ഭയങ്കര ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. എന്താണ് വെള്ളം നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ കെട്ടിക്കിടക്കണം. പിന്നെ അവരെ വിളിച്ച് പറഞ്ഞിട്ട് അത് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അത് നിർത്തി. പിന്നെ ആര്യവേപ്പിൽ കുറച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കണമെന്നുണ്ട്. പിന്നെ ഞാനൊരു ഷാമ്പു കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ ഒന്നും കിട്ടണില്ല. മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും എന്ന് പറയുന്നുണ്ട്. ഞാൻ ആമസോണിൽ നോക്കിയിട്ട് കിട്ടണില്ല. പിന്നെ എന്തെങ്കിലും ചെയ്യണം. ഭയങ്കര താരനാണ്, ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള താരം. നമ്മൾ ജസ്റ്റ് ഒന്ന് മാന്തൊന്നും വേണ്ട, ഇങ്ങനെ അങ്ങ് തെളിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറേ കിട്ടുകയാണ്. നാട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ വെള്ളത്തിൽ കുളിക്കുമ്പോൾ എപ്പോഴും ഇത് തന്നെയാണ്. അപ്പം ഞാൻ എന്തായാലും ചോറൊന്ന് തിളപ്പിക്കട്ടെ. അപ്പോൾ ഞാനെന്താ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു മെഴുക്ക് വരട്ടി. ഉരുളക്കിഴങ്ങ് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ്. എനിക്കും അതെ, ഏട്ടനും അതെ. പണ്ടൊക്കെ വീട്ടിൽ കുഞ്ഞിലെ ഞാൻ ഓർക്കണ്ട, മമ്മി മറ്റേ നാടൻ കോഴി വെക്കുമായിരുന്നു. അപ്പം പപ്പയും വെക്കും കേട്ടോ നന്നായിട്ട്. അപ്പം അതിൽ ഉരുളക്കിഴങ്ങ് ഇടും. അപ്പം അത് മാത്രം പിറക്കി കഴിക്കുമായിരുന്നു. അതുപോലെ തന്നെയാണ് ലോറി, ചേട്ടൻ്റെ കുട്ടിയില്ലേ, അവൾക്കും ഉരുളക്കിഴങ്ങ് നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്കും അതേ, ഏട്ടനും അതേ ഉരുളക്കിഴങ്ങ് നല്ല ഇഷ്ടമായിട്ട്. നാടൻ കോഴി ഒന്നും കൂട്ടില്ല, ഇങ്ങനെ തൊലിയുള്ള ഐറ്റംസ് ഒന്നും ഏട്ടൻ കൂട്ടില്ല. നാടൻ കോഴി, പന്നിയിറച്ചി, പിന്നെ താറാവ് അതൊന്നും കൂട്ടില്ല. അപ്പം പിന്നെ നമ്മുടെ ആട്. അപ്പോൾ ഈ നാടൻ കോഴിയൊക്കെ വീട്ടിൽ വെക്കും. പപ്പ നല്ല അടിപൊളിയായിട്ട് വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കറി. അപ്പം അതിൽ ഏട്ടൻ ചാറും ഉരുളക്കിഴങ്ങും മാത്രമേ കഴിക്കുകയുള്ളൂ. ഇപ്പം പിന്നെ പറഞ്ഞ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ സെറ്റായിട്ടൊന്നുമില്ല. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങും ഒരിച്ചിരി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടാം. നമ്മളുടെ രാത്രിയിലെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമില്ല, ഏട്ടനില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. ചോറ് ഇരിക്കണ്ടായിരുന്നു. അതേ നമ്മളുടെ അച്ചാറുണ്ട്. പിന്നെ എന്താണ്, നമ്മളുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഉപ്പേരിയുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഈ സാധനം. ഉരുളക്കിഴങ്ങ് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വേറെ ഒന്നും വേണ്ട, ഇത്രയും സാധനങ്ങൾ മതി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതൊക്കെ കൂടെ കഴിക്കട്ടെ, എന്നിട്ട് കാണാം. ഇനിയിപ്പോൾ എന്തായാലും 9 മണിയായി. അപ്പം രാത്രിയിലത്തെ ഡിന്നറിൻ്റെ പരിപാടി തുടങ്ങാൻ പോകും. അപ്പം നമ്മൾ കോളിഫ്ലവർ ഉരുളക്കിഴങ്ങും കൂടെ ജസ്റ്റ് ഒരു മസാല എടുക്കാമെന്നാണ് വിചാരിച്ച്. അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ അങ്ങനെ മഞ്ഞ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുഴുവൊക്കെ പോകുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും അതെടുക്കാം. ഈ കോളിഫ്ലവറൊക്കെ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വന്നപ്പം, പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം ഭയങ്കര വലിയ സംഭവമായിട്ടൊക്കെ ഈ സാധനത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ വലിയ ആൾക്കാർ മാത്രം കഴിക്കുന്ന ഭക്ഷണം, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് വലിയ കാര്യമായിട്ട് ഇഷ്ടമൊന്നുമില്ല ഈ സാധനം. പിന്നെ ഞാൻ കോളിഫ്ലവർ കൂട്ടിയിട്ട് കുറേ നാളായി. എല്ലാ പച്ചക്കറികളും കൂട്ടണമല്ലോ എന്നുള്ളൊരിതിൽ ഇന്നിപ്പോൾ ചപ്പാത്തിക്ക് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണേണ്. ദൈവം ഇതെന്താണ് വയലറ്റ് കളറൊക്കെ, ദൈവത്തിനറിയാം. അപ്പം എന്തായാലും ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി ഒരു മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ടിട്ടേ സെറ്റാക്കാം.
അപ്പോൾ ഇതേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഉപ്പിട്ടിട്ട് ഞാനൊന്ന് വാട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഉരുളക്കിഴങ്ങും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ മസാലകളൊക്കെ ഇട്ടൊക്കെ ഒന്ന് തക്കാളിയൊക്കെ ഇട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സവാളയൊക്കെ വഴണ്ട് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കറി മസാല ഇതൊക്കെ ഇട്ടൊക്കെയാണ് വഴറ്റുക. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കറിയായിരിക്കും കേട്ടോ. ഏട്ടനും പക്ഷേ കോളിഫ്ലവറും സെപ്പറേറ്റ് ഇഷ്ടമാണ്, ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് ഇഷ്ടമാണ്. പക്ഷെ രണ്ടും കൂടെ വെച്ചത് ഇഷ്ടപ്പെട്ടില്ല. ഹിന്ദിക്കാരുടെ കറി പോലെ ഇരിക്കണമെന്നാണ് പറഞ്ഞത്. ഹിന്ദിക്കാരുടെ പോലത്തെ കറിയാണ് സംഭവം, എന്തായാലും കിടുവാണ്. പിന്നെ എല്ലാവർക്കും എല്ലാ കറികളും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. അതുകൊണ്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്തായി, ഒരു ദിവസം മാത്രം ഏട്ടൻ കൂട്ടി 2 ദിവസത്തേക്കുള്ള കറി ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞാൻ ഇരുന്ന് തിന്നേണ്ട വന്നു. അപ്പോൾ അതേ മസാലയൊക്കെ ഇട്ട് വഴറ്റി തക്കാളി ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂടി ഇട്ട് അവിടെ അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ സിംഗിൾ പാത്രങ്ങൾ കൂടണ്ട എന്നുള്ളത് കൊണ്ട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് കണ്ടു കഴിയുമ്പോൾ കഴുകാൻ വേണ്ടിയിട്ട് മടിയാവും എന്നുള്ളത് കൊണ്ട് ഞാൻ അപ്പം തന്നെ എല്ലാം കഴുകി വെക്കൂട്ടെ. എനിക്കതാ ഇഷ്ടം. കുറേ പണി എനിക്കിഷ്ടമില്ല. കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട, പിന്നെ അത് വെന്താൽ മതി. പിന്നെ നമുക്കൊരു സാലഡ് ഉണ്ടാക്കണം. കുക്കുംബറും തക്കാളിയൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു സാലഡും കൂടി ഉണ്ടാക്കണം. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുകയുള്ളൂ, ഏട്ടൻ വരണതിന് മുന്നേ. അല്ലെങ്കിൽ പിന്നെ ആ കുക്കുംബറിന് അതിൻ്റെ വെള്ളം മൊത്തം ഉഴുന്ന് ഇതാവില്ലേ. അപ്പം അത്രേ ഉള്ളൂ. ഇനി അതൊന്ന് ഇടയ്ക്ക് പോയി ഇളക്കിയിടണം, വേവിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഏട്ടൻ വരാറാകുമ്പോഴത്തേക്കും ഒരു സാലഡും കൂടി ഉണ്ടാക്കണം. പിന്നെ ചപ്പാത്തി ചുടണം. ശരിക്കും ഇങ്ങനത്തെ ഒരു നൈറ്റ് ഷിഫ്റ്റൊക്കെ വരുമ്പോൾ നമ്മളുടെ ലൈഫ് നമ്മളെപ്പോഴും മോർണിംഗ് അങ്ങനത്തെ ഒരു റുട്ടീൻ ആവില്ല. കുറേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മേ ബി വരും. അത് ഇപ്പം നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. പണ്ട് ഇവിടെ ആയിരുന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. ഏട്ടൻ 3 മണിക്കാണ് വരിക. അപ്പം ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ കിടന്നുറങ്ങും. അപ്പം ഞങ്ങൾ കാണലൊന്നും ഉണ്ടാവില്ല. ഏട്ടൻ വരുമ്പോൾ ഞാൻ കിടന്നുറങ്ങണിയിരിക്കും. ഞാൻ പോണ സമയത്ത് ഏട്ടൻ ഉറങ്ങണിയിരിക്കും. ചില ദിവസങ്ങളിൽ മാത്രം ഏട്ടൻ എന്തെങ്കിലും ഗെയിമൊക്കെ കളിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണും. അപ്പോൾ അന്ന് സൺഡേ ഓഫ് കിട്ടുമായിരുന്നു. എൻ്റെ ഓഫീസ് വർക്ക് ആയതുകൊണ്ട് സൺഡേ മാത്രമാണല്ലോ ഓഫ് ഉണ്ടാവുക. ഇവിടെ ഇപ്പം ഇവർക്ക് സൺഡേ നല്ല തിരക്കുള്ള സമയമാണ്. അപ്പം സൺഡേസിൽ ലീവ് കിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒക്കെ കുറച്ച് റീസൺ കൊണ്ടൊക്കെയാണ് ഞാനും ഇവിടെ ജോലി നോക്കാത്തത്. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സഹായിക്കണം എന്നൊക്കെ. ഇപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും വരും. അപ്പോഴത്തേക്കും കറിയൊക്കെ ആവും. എന്നാലും ഈ നൈറ്റ് ഇങ്ങനത്തെ ഒരു ലൈഫ് ആകുമ്പോൾ നമുക്ക് ചില സമയമാകുമ്പോഴത്തേക്കും ഉറക്കം തൂങ്ങി മടുത്തു തുടങ്ങും. ചില സമയത്തൊക്കെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ട് അങ്ങനെ ഇരിക്കും. ചിലപ്പോൾ 3 മണിക്ക് എപ്പോഴും ഉണ്ടാവാറില്ല, ഒരു ദിവസം മാത്രം. അല്ലാത്ത ദിവസങ്ങളിൽ ഒരു 1 മണിക്കുള്ളിലൊക്കെ വരാറുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ 3 മണി വരണ സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം തൂങ്ങി ഞാൻ ചാവും. പക്ഷേ ചില ദിവസങ്ങൾ ഹൈപ്പർ ആക്റ്റീവായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം അവിടെ എന്തായാലും നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും സെറ്റായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പം എന്തായാലും എൻ്റെ കറീൻ്റെ പരിപാടികളൊക്കെ കഴിയട്ടെ. അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ മതി. പുറത്തൊക്കെ തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ തണുപ്പെന്ന് പറയുമ്പോൾ ഇനിയിപ്പം UAE-ലുള്ള ആൾക്കാർ കാണുമ്പോൾ അവർ പറയും ഈ പറയുന്ന പോലെ തണുപ്പൊന്നും ഇല്ലയാണ്. പക്ഷേ ഇവിടെ വർസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ ദുബായിൽ ഇപ്പോൾ കരാമ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ അത്രയും ആൾക്കാരില്ല, അവിടുത്തെ അത്രയും ബിൽഡിങ്സ് ഇല്ല, അവിടുത്തെ അത്രയും വണ്ടികളുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ പൊല്യൂഷൻ കുറവാണ്. തണുപ്പാണെങ്കിലും ഇവിടെ ഇപ്പം അത്യാവശ്യം ഉണ്ട്. നല്ലതാണ് കേട്ടോ ചൂടിനെക്കാട്ടിലും. പക്ഷെ ചില സമയത്ത് തണുപ്പ്. പക്ഷെ ഇപ്പോൾ AC ഇടണില്ല. AC ഇന്നലെ ഇട്ട് ഉറങ്ങിയപ്പോഴത്തേക്കും മൂക്കടയാൻ തുടങ്ങി. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ കറീൻ്റെ പരിപാടി തീർക്കട്ടെ കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് എടുത്ത് ഉറങ്ങട്ടെ കേട്ടോ. നല്ല ഉറക്കം വേണ്ടിയിട്ട്.